വോട്ട് നടന്നു. 60,000 വോട്ട് ഞങ്ങൾ ചേർത്തു. നിങ്ങൾക്ക് എന്തേ അന്ന് തടയാൻ കഴിഞ്ഞില്ല? ഇപ്പോൾ എന്തിനാ പറയുന്നത്? ഇത് തടയാൻ കഴിയാതിരുന്ന LDFും UDFും തൂങ്ങിച്ചാവുന്നതാണ് നല്ലത്. ഇത് പറഞ്ഞത് BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനായിരുന്നു സുരേന്ദ്രന്റെ. ഈ വീഡിയോ ഇറങ്ങിയതോടെ BJP വീണ്ടും എയറിലായി. ഞങ്ങൾ വോട്ട് ചേർക്കും, നിനക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും എന്നൊരു വെല്ലുവിളിയായിരുന്നു നടത്തിയത്. സംസ്ഥാന അധ്യക്ഷനായിരുന്നു ഞാൻ, വോട്ടിംഗ് ലിസ്റ്റിൽ പേര് ചേർത്തത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തമായ മറുപടി ഉണ്ടെന്നും വ്യക്തമാക്കാനെത്തിയ സുരേന്ദ്രനാണ് വെല്ലുവിളി നടത്തിയിരിക്കുന്നത്. ഇത്രയും നാള് CPIഎമ്മും UDFും എവിടെയായിരുന്നു? വോട്ടർ പട്ടികയിലെ ക്രമക്കേട് എന്തുകൊണ്ട് കണ്ടുപിടിച്ചില്ല? 6 മാസം മണ്ഡലത്തിൽ സ്ഥിരതാമസമാക്കിയവർക്ക് വോട്ട് ചേർക്കാം, വോട്ട് ക്രമക്കേട് ഉണ്ടെങ്കിൽ തെളിയിക്കണമെന്നും സുരേന്ദ്രൻ വെല്ലുവിളിച്ചു. BJPയുടെ ധാർഷ്ട്യമാണ് ഇതിലൂടെ തെളിഞ്ഞു വരുന്നത്. തൃശൂരിലെ അട്ടിമറി കഥകളുടെ കണക്കുകൾ ഓരോ ദിവസവും ചെല്ലുംതോറും പുറത്തു വരുമ്പോൾ ഒരക്ഷരം മിണ്ടാനില്ലാതെ സകല BJP നേതാക്കളും പുറത്തിറങ്ങാതിരിക്കുമ്പോഴാണ് വെല്ലുവിളിയുമായിട്ട് സുരേന്ദ്രൻ എത്തുന്നത്. കേരളത്തിലെ BJPയിൽ ചന്ദ്രനിസം കിടന്നു കറങ്ങുമ്പോഴാണ് ഒഴിഞ്ഞ ഗോൾ പോസ്റ്റിലേക്ക് സുരേന്ദ്രന്റെ വക ഒരു ഗോള്. സുരേഷ് ഗോപി ചെയ്ത വോട്ട് പോലും അട്ടിമറിയിലൂടെ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തുകൊണ്ടാണ് എന്ന് തെളിഞ്ഞു വരുമ്പോഴാണ് ഈ ന്യായീകരണ പരമ്പരയുമായിട്ട് സുരേന്ദ്രൻ എത്തുന്നത്. ഇത്രയും നാളും ഒന്നും മിണ്ടാട്ടം മുട്ടിയിരിക്കുകയായിരുന്നു. ആലോചിച്ചെടുത്ത തീരുമാനമാണ് എതിർക്കാൻ വരുന്നവനെ തിരിച്ച് മുട്ടാപ്പോക്ക് പറഞ്ഞ് വെല്ലുവിളിക്കുക എന്നത്. ആ തന്ത്രമാണ് ഇപ്പോൾ BJPക്കാർ പയറ്റിക്കൊണ്ടിരിക്കുന്നതും സുരേന്ദ്രൻ അതിന് തുടക്കം കുറിച്ചതും. സുരേഷ് ഗോപിക്കോ കുടുംബാംഗങ്ങൾക്കോ കോർപ്പറേഷനിലുള്ള തിരഞ്ഞെടുപ്പിൽ വോട്ടുകളില്ല. ഇത് തന്നെയാണ് രാഹുൽ ഗാന്ധിയും ചൂണ്ടിക്കാണിച്ചത്. തൃശൂരിലെ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടന്നതിന്റെ കൂടുതൽ തെളിവുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. പൂങ്കുന്നം ശങ്കരംകുളങ്ങരയിലെ ഫ്ളാറ്റിൽ മാത്രം 79 പേരെ ക്രമരഹിതമായിട്ട് പട്ടികയിൽ ഉൾപ്പെടുത്തിയെന്നാണ് വിവരം. തൊട്ടടുത്ത ബൂത്തിൽ 38 വോട്ടുകളും ചേർത്തു. ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയത് കൊണ്ട് തന്നെ ഇവർക്ക് വോട്ട് ചെയ്യാനില്ല എന്നും കോൺഗ്രസ് നേതാവും തൃശൂർ കോർപ്പറേഷൻ മുൻ കൌൺസിലറുമായ വത്സല ബാബുരാജും വെളിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. പൂങ്കുന്നം ശങ്കരംകുളങ്ങരയിലെ ഫ്ളാറ്റിൽ മാത്രം 79 പേരെ ക്രമരഹിതമായിട്ട് പട്ടികയിൽ ഉൾപ്പെടുത്തി. തൃശൂരെ 10ഓളം ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച ഇത്തരത്തിൽ വോട്ട് ചേർക്കൽ നടന്നു എന്നാണ് വിവരം. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥിരതാമസക്കാരല്ലാത്തവരെ വോട്ടർ പട്ടികയിൽ ചേർത്തു എന്നായിരുന്നു കോൺഗ്രസും അന്നത്തെ LDF സ്ഥാനാർത്ഥിയുമായിരുന്ന V സുനിൽകുമാറും ആരോപിച്ചത്. വിജയിച്ച സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ സഹോദരൻ ഉൾപ്പെടെ 11 പേരെ ബൂത്ത് നമ്പർ 116-ൽ 1016 മുതൽ 1026 വരെ ക്രമ നമ്പറിൽ ചേർത്തതായിട്ടാണ് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് അന്ന് ആരോപിച്ചത്. ഇപ്പോൾ പുറത്തുവരുന്ന പട്ടികയിൽ ഇവരുടെ പേരുകളില്ല. ഈ ചോദ്യങ്ങൾക്കൊന്നും മറുപടിയുമില്ല. സുരേന്ദ്രന്റെ ആ വെളിപ്പെടുത്തൽ വീഡിയോയിലേക്ക് കാണാം. സുരേഷ് ഗോപി തൃശൂരിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു ഞാൻ. അപ്പൊ എനിക്കറിയാം എന്താണ് നടന്നത്, തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം എങ്ങനെയായിരുന്നു, വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് എന്തൊക്കെ കാര്യങ്ങളാണ് ഞങ്ങൾ പാർട്ടി ചെയ്തത്. ഇതെല്ലാം സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള മറുപടിയുണ്ട്. നിങ്ങൾ ദയവായി ബഹളം വയ്ക്കാതിരിക്കുക. നമ്മുടെ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ വർഷത്തിൽ 3 തവണ ലോക്സഭയിലേക്കും നിയമസഭയിലേക്കുമുള്ള വോട്ടർ പട്ടിക പരിഷ്കരിക്കാനുള്ള സമയം അനുവദിച്ചിട്ടുണ്ട്. നേരത്തെ അത് 1 വർഷമായിരുന്നു. 6 മാസത്തിൽ കൂടുതൽ സ്ഥിരതാമസമുള്ള ഒരു സ്ഥലത്ത് ഏതൊരു പൗരനും, ഇന്ത്യയിലെ ഏതൊരു പൗരനും അവിടെ വോട്ട് ചേർക്കാവുന്നതാണ്. അങ്ങനെ വോട്ട് ചേർത്തവരെ കാണിച്ച് നിങ്ങൾ ഏതാനും ചില വോട്ടുകൾ, ഈ ജില്ലയുടെ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് ഏതാനും ചില വോട്ടുകൾ തൃശൂരിൽ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഞങ്ങൾ 6 മാസം മുമ്പ് പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ താമസമാക്കിയ ഏതാനും വിരലിലെണ്ണാവുന്ന, ഞാൻ എല്ലാവരും എതിരാളികളെ മുഴുവൻ ചാലഞ്ച് ചെയ്യാണ്, വിരലിലെണ്ണാവുന്ന ഏതാനും വോട്ടുകൾ വെച്ചാണ് നിങ്ങൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. UDFും LDFും ഇതുപോലെ കോൺഗ്രസിലെ MLA-മാർക്കും MP-മാർക്കും CPM-ലെ MLA-മാർക്കും MP-മാർക്കും ഒക്കെ ഇതുപോലെ പല സ്ഥലങ്ങളിൽ വോട്ടുണ്ട്. സുരേഷ് ഗോപി കഴിഞ്ഞ 2 വർഷമായി തെരഞ്ഞെടുപ്പിന് മുമ്പ്, പ്രത്യേകിച്ച് 1 വർഷം സമ്പൂർണ്ണമായിട്ട്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അമിത്ഷാജി ഇവിടെ തേക്കിൻകാട് വന്ന സമയത്ത്, ആ സമയത്ത് തന്നെ ഞങ്ങളുടെ പാർട്ടി തൃശൂരിൽ സുരേഷ് ഗോപി മത്സരിക്കുമെന്ന് നിശ്ചയിച്ചിട്ടുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ വീട് വാടകയ്ക്കെടുത്ത് ശ്രീമാൻ സുരേഷ് ഗോപിയും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും അദ്ദേഹത്തിന്റെ ഡ്രൈവറും സഹപ്രവർത്തകരും എല്ലാവരും ഇവിടെ തന്നെയായിരുന്നു ക്യാമ്പ് ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് UDFും LDFും പറഞ്ഞത് സുരേഷ് ഗോപി തൃശൂരിൽ വന്ന് തലകുത്തി മറിഞ്ഞാലും ഇവിടെ ജയിക്കില്ല എന്നുള്ളതായിരുന്നു. 75,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് സുരേഷ് ഗോപി ജയിച്ചത്. കേരളത്തിലെ ഒരു മന്ത്രി പറയുകയാണ് 60,000 വോട്ട് അദ്ദേഹം കള്ളവോട്ട് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് അദ്ദേഹം രാജിവെക്കണം, തൃശൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വേണമെന്ന്. എനിക്ക് LDFിനോടും
UDF-നോട് നേതാക്കന്മാരോട് പറയാനുള്ളത്, എടോ 60,000 വോട്ട് ഒരു MLA പോലും ഇല്ലാത്ത പാർട്ടി ഞങ്ങളിവിടെ അനധികൃതമായി ചേർക്കുമ്പോൾ നിങ്ങൾ എന്ത് കണ്ടിരിക്കുകയായിരുന്നു? ഇവിടെ നിങ്ങളൊക്കെ പോയി തൂങ്ങിച്ചാവുന്നതാണ് നല്ലത്. 60,000 കള്ള വോട്ട് ഞങ്ങളിവിടെ ചേർക്കുമ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന CPM-ഉം ഏറ്റവും വലിയ ജനപിന്തുണയുള്ള പാർട്ടി എന്ന് പറയുന്ന UDF-ന്റെയും പ്രവർത്തകർക്ക് അത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ കെട്ടിത്തൂങ്ങി ചാവുന്നതാണ് നല്ലത്. ഞാൻ പറഞ്ഞ ചോദ്യമല്ല, ഇവിടെ എവിടെയാണ് അല്ല, അദ്ദേഹം പറയേണ്ട ആവശ്യമില്ലെന്ന്. ഇറലവന്റ് ആയിട്ടുള്ള ചോദ്യമാണ് അദ്ദേഹം. ഒരു കാര്യമല്ല. ഞാൻ ചോദിക്കട്ടെ, ഞാൻ പറഞ്ഞല്ലോ, തെരഞ്ഞെടുപ്പ് നടത്തിയത് സുരേഷ് ഗോപി അല്ല, ഞങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ പ്രവർത്തനത്തിന് വേണ്ടി വന്ന വോട്ടർമാരെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ അല്ല, താങ്കളെ പറഞ്ഞു പ്രവർത്തനത്തിന് വേണ്ടി വന്ന വോട്ടർമാർ 6 മാസമായിട്ടുണ്ട്. ഒരു വീട്ടമ്മ പറയുന്നു തന്റെ പേരിൽ അതൊക്കെ ഞാനൊരു കാര്യം അങ്ങോട്ട് പറയട്ടെ. ഇന്ന് കോൺഗ്രസിന്റെ ഒരു ഉന്നത നേതാവ് പറഞ്ഞത്, നരേന്ദ്രമോദിയുടെ ബൂത്തിൽ ഒരു സന്യാസി മഠത്തിലെ 50 പേർ ഒരേ അഡ്രസ്സിൽ കൊടുത്തിരിക്കുന്നു. ഒരു വലിയ നേതാവ്, ഇവിടുത്തെ തൃശ്ശൂരിൽ വലിയ പ്രഗത്ഭനായിട്ടുള്ള ഒരു നേതാവ്, നേരത്തെ MLA ആയിട്ടുള്ള ഒരാള്, KPCC-യുടെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ഒരാള്, അദ്ദേഹം പറയാണ് നരേന്ദ്രമോദിയുടെ ഒരു ബൂത്തിൽ ഒരു സന്യാസി മഠത്തിൽ 50 വോട്ടുകൾ ഒരേ പേരിൽ ഹെഡിൽ. നിനക്ക് ഏത് ലോകത്താണ്? പറയട്ടെ, എന്നെ പറയാൻ സമ്മതിക്കും. ഇവിടെ കന്യാസ്ത്രീ മഠങ്ങളിലും ഞാൻ പറയട്ടെ, വ്യാജ വോട്ടല്ല.